ഒരു മോളാണെങ്കിൽ മോൾക്ക് ചിലപ്പം ഭയങ്കര റെഡിഷ് കളർ വേണം, അല്ലെങ്കിൽ പിങ്ക് വേണം, അങ്ങനെ പല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫുൾ റെഡ് കളർ ബെഡ്റൂമിൽ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല. അപ്പം റെഡിൻ്റെ വളരെ മിനിമൽ ആയിട്ടുള്ള യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കുട്ടിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്, റെഡ് ഡ്രസ്സാണ് ഇടാറ്, അല്ലെങ്കിൽ വീട്ടിൽ റൂമിൻ്റെ വാൾ പെയിൻറ്റ്സ് റെഡ് എനിക്ക് ഇഷ്ടമാണ്, കേർട്ടൻസ് റെഡ് വേണം എന്നൊക്കെ ഷെഡിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ റെഡ് ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന അത്ര നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവയർനെസ് നമ്മൾ കൊടുക്കുകയും റെഡിൻ്റെ അളവ് കുറക്കുക, വളരെ ചെറിയ എലമെൻറ്റിൽ മാത്രം റെഡ് കൊടുത്തിട്ട് ചെയ്യണം. അതേ അവസരത്തിൽ നമ്മൾ ഒരു ലൈറ്റുള്ള സ്ഥലങ്ങളിലോ പിന്നെ ലൈറ്റ് ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ റെഡ് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഈ റെഡ് കളർ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ബ്ലൂസ്, യെല്ലോ, വൈറ്റിൻ്റെ ഒക്കെ അതിപ്രസരം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് സൺഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കളറിൻ്റെ ഓരോ ആപ്ലിക്കേഷനിലും നമുക്കൊരു പഠനം നടത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്.